മൂക്കിൻ്റെ സൈഡിൽ മുറിവുണ്ടായിട്ട് ചോര വരുന്നുണ്ടായിരുന്നു. ഞങ്ങളവിടെ സ്റ്റേഡിയത്തിൽ ഇരിക്കുന്ന സമയത്തും നമ്മൾ കാണുന്നുണ്ടായിരുന്നു. നമ്മൾ അദ്ദേഹത്തോട് പറയുകയും ചെയ്യുന്നുണ്ട്, അതിലൊന്നും ഒരു കാര്യമില്ല, നിങ്ങളത് ശ്രദ്ധിക്കേണ്ട എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. സ്പിരിറ്റ് വെച്ച് തൂക്കാം എന്ന് പറഞ്ഞിട്ട് പഞ്ഞി ഹോസ്പിറ്റലിൽ കൊടുത്തിട്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അത് കുഴപ്പമില്ല, ചെറിയ കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതിലൊന്നും കൺസേൺ അല്ല. പക്ഷേ ഇതുവരെ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം, കോൺഗ്രസിന് നേരിലെ വിമർശനം എന്ന് വെച്ചാൽ ഈ CJP സമരത്തിൽ ഇടപെടുന്നില്ല എന്നുള്ളത് തന്നെയായിരുന്നു. കേവലം ഒന്നോ രണ്ടോ സമരങ്ങൾ രാഹുൽ ഗാന്ധി നടത്തുന്നു, പക്ഷേ ആഴത്തിൽ ഇടപെടുന്നില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇടപെട്ട് കഴിയുമ്പോൾ ഇത് വിഷയം ആത്മാർത്ഥമല്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ധർമ്മേന്ദ്ര പ്രധാൻ അടക്കമുള്ള നേതാക്കന്മാർ രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഇതിനകത്ത് ഈ വിഷയമാണല്ലോ പ്രധാനം. നീറ്റ് പരീക്ഷയുടെ പേപ്പർ ലീക്ക് അടക്കമുള്ള രാജ്യത്തെ പ്രധാന പരീക്ഷകളുടെ വിശ്വാസ്യത തകർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് പാർലമെൻറ്റിനും പുറത്തും നിരന്തരമായി ഉന്നയിക്കുന്ന രാഷ്ട്രീയ നേതാവാണ് ശ്രീ രാഹുൽ ഗാന്ധി. 20ഓളം കുട്ടികളുടെ ആത്മഹത്യ നമ്മുടെ രാജ്യത്തിൻ്റെ മനസ്സാക്ഷിയെ പിടിച്ചു കുലുക്കിയപ്പോൾ രാജ്യവ്യാപകമായതിന് പ്രക്ഷേപം. കോട്ടയിൽ അദ്ദേഹം പങ്കെടുത്ത പരിപാടിയിൽ 10,000-കണക്കിന് വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത്. പിന്നീട് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും ഈ സമരത്തിൻ്റെ ഭാഗമായി അദ്ദേഹം പങ്കെടുത്തു. 9-ാം തീയതി തന്നെ ഇവിടെ വലിയ സമരം ഡൽഹിയിൽ നേരത്തെ പ്രഖ്യാപിച്ചു. കാരണം സംസ്ഥാനങ്ങളിലെ സമരങ്ങൾക്ക് ശേഷമാണ് ഡൽഹിയിലെ സമരം വരുന്നത്. 9-ാം തീയതി, ഓഗസ്റ്റ് 9-ാം തീയതി. 1-ാം തീയതി തിരുവനന്തപുരത്ത് കേരളത്തിൻ്റെ സമരം നടക്കാൻ പോവുകയാണ്. അങ്ങനെ ഇന്ത്യയിലെ എല്ലാ തലസ്ഥാനങ്ങളിലും ഈ സമരം നടക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ വിഷയവുമായിട്ട് ജന്തർ മന്ദറിലെ സമരത്തിന് മുമ്പ് തന്നെ ദേശവ്യാപക സമരം ആരംഭിച്ച അതിന് നേതൃത്വം കൊടുത്ത നേതാവാണ് രാഹുൽ ഗാന്ധി. അപ്പോൾ ആ വിഷയമാണ് പ്രധാനം. ആ വിഷയം ഉന്നയിച്ചുകൊണ്ട് ഇപ്പോൾ കുട്ടികൾ, സ്വതന്ത്ര ചിന്താഗതിക്കാരായിട്ടുള്ളവരും എല്ലാവരും ഇപ്പോൾ രംഗത്ത് വന്നല്ലോ. CJPയുടെ സമരസ്ഥലത്തേക്ക് വരുന്നത് ഞാൻ അവസാനിപ്പിക്കാം, എല്ലാവരും വരുന്നുണ്ട്. അപ്പം ആ സമരത്തിനും അദ്ദേഹമാണ് രാജ്യത്ത് തുടക്കം കുറിച്ചത്. അപ്പോൾ ഇന്നലത്തെ ഇത്തരത്തിലൊരു സമരം ചെയ്യാനുള്ള കാരണം അദ്ദേഹം തന്നെ പറഞ്ഞു. മിനിയാന്നത്തെ ക്രൂരമായ പോലീസ് ഇടപെടൽ, വിദ്യാർത്ഥികൾക്ക് നേരെ നടത്തിയ ക്രൂരമായ പോലീസ് ഇടപെടലാണ് രാഹുൽ ഗാന്ധിയെ കൊണ്ട് ഇത്തരം കടുത്ത ഒരു സമരത്തിലേക്ക് പോകണമെന്ന തീരുമാനത്തിലേക്ക് എത്തിച്ചത്. രാഹുൽ ഗാന്ധി ഒരു ചിത്രം വളരെ വ്യാപകമായിട്ട് പ്രചരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഷൂ നഷ്ടപ്പെട്ടിരിക്കുകയാണ്, മുഖത്തുനിന്ന് ചോര ഒലിക്കുന്ന ഒരു ചിത്രമുണ്ട്. അദ്ദേഹത്തിൻ്റെ പല MP-മാർക്കും വാച്ച് നഷ്ടപ്പെട്ടു, പരിക്കേറ്റു, പലതരത്തിലുള്ള ചിന്തർ തന്നെ അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈ തരത്തിലുള്ള കാര്യങ്ങളെ എങ്ങനെയാണ് കോൺഗ്രസ് ഇനി മുന്നോട്ട് കൊണ്ടുപോകുന്നത്? അതിന് മൂക്കിൻ്റെ സൈഡിൽ മുറിവുണ്ടായിട്ട് ചോര വരുന്നുണ്ടായിരുന്നു. ഞങ്ങളവിടെ സ്റ്റേഡിയത്തിൽ ഇരിക്കുന്ന സമയത്തും നമ്മൾ കാണുന്നുണ്ടായിരുന്നു. നമ്മൾ അദ്ദേഹത്തോട് പറയുകയും ചെയ്യുന്നുണ്ട്, അതിലൊന്നും ഒരു കാര്യമില്ല, നിങ്ങളത് ശ്രദ്ധിക്കേണ്ട എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. സ്പിരിറ്റ് വെച്ച് തൂക്കാം എന്ന് പറഞ്ഞിട്ട് പഞ്ഞി ഹോസ്പിറ്റലിൽ കൊടുത്തിട്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അത് കുഴപ്പമില്ല, ചെറിയ കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതിലൊന്നും കൺസേൺ അല്ല. പക്ഷേ ചെറുതോ വലുതോ ആയ മുറിവെന്നുള്ളതല്ല. പ്രതിപക്ഷ നേതാവിനോട് ഇങ്ങനെ ഒരു പെരുമാറ്റം അത് വളരെ ഷോക്കിംഗ് ആണ്. അത് നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിന് അപകടമാണ്. ആ സമീപനം അത്. പക്ഷേ അദ്ദേഹം അതിൽ നിന്നും പിന്നോട്ട്, അദ്ദേഹത്തിൻ്റെ സ്വഭാവം അറിയാമെന്ന് എല്ലാവർക്കും അറിയാം, അദ്ദേഹം ഇതിൽ നിന്നും പിന്നോട്ട് പോകത്തില്ല. അദ്ദേഹം അതിൽ തന്നെ ഉറച്ച് നിൽക്കുന്ന നിലപാടിൽ ഉറച്ച് മുന്നോട്ട് പോകുന്ന ചരിത്രമേ രാഹുൽ ഗാന്ധിക്കുള്ളൂ. ഈ കാര്യത്തിൽ അങ്ങനെ തന്നെ ആയിരിക്കും. അവസാനമായി ഒരു കാര്യം ചോദിച്ചോട്ടെ, ഏതായാലും ഇന്ന് വന്ന് ഈ ഔദ്യോഗികമായി ഇന്നത്തെ കൂടിക്കാഴ്ചകളൊക്കെ എന്തൊക്കെയാണ്? അല്ല, ഇന്നിപ്പോൾ ടൂറിസം മന്ത്രിയായിട്ടുള്ള കൂടിക്കാഴ്ചയാണുള്ളത്. ഞാനും സെക്രട്ടറി ശ്രീ ബിജു കെ IAS ഉണ്ട്. ഞങ്ങൾ കണ്ടിട്ട് കേരളത്തിൻ്റേതായിട്ടുള്ള ആവശ്യങ്ങളുണ്ട്, കേരളത്തിൻ്റേതായിട്ടുള്ള ഓൺഗോയിങ് പദ്ധതികളുടെ റിവ്യൂ ഉണ്ട്, അതെല്ലാം അദ്ദേഹത്തിൻ്റെ അടുത്ത് നടത്തുക എന്നുള്ളതാണ്. ശരി. കേരളത്തിന് വേണ്ടിയുള്ള ഔദ്യോഗികമായ കൂടിക്കാഴ്ചകൾക്ക് ഇടയിൽ തന്നെയാണ് ഇതിനു വേണ്ടിയാണ് ഡൽഹിയിൽ മന്ത്രി എത്തിയത്. ഇടയിലാണ് ഇത്തരത്തിലുള്ള ഒരു സമരത്തിലേക്ക് അദ്ദേഹം എത്തുന്നതും പിന്നീട് കസ്റ്റഡിയിലാകുന്നതും. അമൽ ജോണിനൊപ്പം D. ധനസ്മോദ്, Media One, ഡൽഹി.